ഇന്നത്തെയുള്ള ഈ സംഭവത്തിൽ കഴിഞ്ഞ 27-ാം തീയതി എടുത്ത ഒരു മൈനർ മിസ്സിംഗ് കേസിൽ നമുക്ക് ഇന്നലെ വൈകിട്ട് 6 മണിക്ക് കോഴിക്കോട് സിറ്റിയിൽ നിന്ന് വനിതാസിൽ നിന്ന് നമുക്ക് വിവരം കിട്ടിയത്. അവിടെ ഇവരെ ട്രേസ് ആയതെന്ന് പറയുകയാണ്. അപ്പോൾ അവിടെ തന്നെ മെഡിക്കൽ നടത്തി നമുക്ക് കൽപ്പറ്റ സ്റ്റേഷനിലെ വിവരം അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ചെല്ലുമ്പോൾ കൂടെയുള്ള ഇന്ന് ഈ ഡിസീസായ ഒരു ഗോകുൽ എന്ന പയ്യൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു നമുക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ 2 പേർക്ക് കൂട്ടി സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അതിനുശേഷം രാത്രി 11 മണി ആയതുകൊണ്ട് നമുക്ക് മജിസ്ട്രേറ്റിലേക്ക് ഹാജരാക്കാൻ പറ്റാതെ കൊണ്ട് സ്ത്രീനെ മൈനർ ലേഡീനെ സഖിയിലേക്ക് മാറ്റി. അതിനുശേഷം മറ്റ് ആളിനെ ഡിസീസ് ആയ ആളിനെ ഇവിടെ തന്നെ കുറച്ച് കൂടി കാര്യങ്ങൾ പരിശോധിക്കാൻ വേണ്ടി എന്തെങ്കിലും പോക്സോ ഉള്ള കാര്യങ്ങൾ പരിശോധിക്കാൻ വേണ്ടി സംശയമായതുകൊണ്ട് സ്റ്റേഷനിൽ സൂക്ഷിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ ആ സമയത്ത് തന്നെ കുട്ടിയുടെ വീട്ടിലും നമ്മളെ അയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള മിസ്സിംഗ് കേസിൽ ഇവർ 2 പേര് ട്രേസ്ഡാണ്. പയ്യൻ്റെ വീട് അമ്പലവയലാണ്. അവിടെയും കൂടി അവർക്ക് പേരൻസിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഈ വിവരം അപ്പോൾ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ നമ്മൾ പോയിട്ട് ചെന്നിട്ട് കുട്ടിയോട് വരാനും അവരെ പറഞ്ഞുകൊണ്ട് സ്റ്റേഷനിൽ തന്നെ സൂക്ഷിച്ചു. അതിനുശേഷം ഇന്ന് രാവിലെ നമ്മുടെ റിപ്പോർട്ടിങ്ങുള്ള സമയം 7:45 ആ സമയത്ത് ഈ മരണപ്പെട്ട ഡിസീസ് ആൾ ബാത്റൂമിൽ പോകാൻ ആവശ്യപ്പെട്ടതുകൊണ്ട് ആ സമയത്ത് ബാത്റൂമിൽ പോയി കുറച്ച് കഴിഞ്ഞിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് സംശയം തോന്നിയതുകൊണ്ട് അതിൽ ബ്രേക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ അവനെ ഒരു ഷർട്ട് ഇട്ടിട്ട് തൂങ്ങാനുള്ള ഒരു സ്ഥിതിയിൽ കണ്ടുപെട്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം നമുക്ക് സ്റ്റേഷൻ ജീപ്പിൽ തന്നെ എടുത്തിട്ട് ഇവിടെ ലിയോ ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ബ്രോഡ് ഡെഡ് ആണ് പറഞ്ഞത്. പ്രതി ഒന്നും ചേർത്തിട്ടില്ല. ഇന്നലെ ഡിറ്റക്റ്റ് ആയതുകൊണ്ട് സംശയം തോന്നിയതുകൊണ്ട് കുറച്ച് നമുക്ക് വെരിഫൈ ചെയ്യുന്നുണ്ടായിരുന്നു എന്താണ് യഥാർത്ഥ കാര്യങ്ങൾ. അതിനുശേഷം എന്തെങ്കിലും നടപടി എടുക്കാനുള്ള സംവിധാനമേ ഉള്ളൂ. ആ സമയം വരെ നമുക്ക് അത്ര ചോദ്യം ചെയ്യാനൊന്നും സമയം കിട്ടില്ല. ഈ ബന്ധുക്കളെ വിവരം അറിയിച്ചതനുസരിച്ച് അവരെ വിവരം അറിയിച്ചിരുന്നില്ല? അങ്ങനെ അവർക്ക് കൃത്യസമയത്ത് തന്നെ 8:30 മണിക്ക് തന്നെ അവർക്ക് വിവരം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ കൽപ്പറ്റ സ്റ്റേഷനിൽ നിന്ന് പെൺകുട്ടിയുടെ വീട്ടിൽ ഓൾറെഡി അറിയിച്ചിട്ടുണ്ടായിരുന്നു ട്രേസ്ഡ് ആണെന്ന് പറഞ്ഞത്. പിന്നെ ഈ മറ്റേ ആളുടെ ഒരു പെറ്റീഷൻ അമ്പലവയൽ സ്റ്റേഷനിൽ ഓൾറെഡി നിൽക്കുകയായിരുന്നു. അതും കൂടി അവർക്ക് 8:30 മണിക്ക് രാത്രിയിൽ തന്നെ 8:30 മണിക്ക് കോഴിക്കോട്ടിൽ ട്രേസ് ആയിട്ടുണ്ടെന്ന് അവർക്ക് വിവരം അറിയിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ തന്നെ ആ പെറ്റീഷൻ കൂടി ക്ലോസ് ആയിരുന്നു. അപ്പോൾ അവർ ഈ രാവിലെ ആണ് എടുക്കാനുള്ള അവർക്ക് ഇത് ഉണ്ടായിരുന്നു. പക്ഷേ അതിന് മുമ്പ് തന്നെ ഈ സംഭവം ശുചിമുറിയിലേക്ക് പോകുമ്പോൾ മറ്റു പോലീസുകാർ അനുഗമിക്കേണ്ട അങ്ങനെ നടപടിക്രമം ഉണ്ടോ? എന്താണ് അതിൻ്റെ ഒരു ചട്ടം? അല്ല, ആ സമയത്ത് ഗാർഡ് ഉണ്ടായിരുന്നു, SI ഉണ്ടായിരുന്നു. നമുക്ക് ജാട്ട ഒരു റിപ്പോർട്ടിങ്ങുള്ള സമയമാണ്. അപ്പോൾ SI അടക്കം എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ ചെയ്യുമെന്ന് പ്രതീക്ഷയില്ലേ. അപ്പോൾ ആ സമയത്ത് കുറച്ച് വൈകിയായതുകൊണ്ട് നോക്കുമ്പോൾ 2 പേരെയുള്ള മിസ്സിംഗ് സെപ്പറേറ്റ് ആണ്. ആദ്യം കുട്ടിയുടെ മിസ്സിംഗ് ഉള്ള കേസ് നമുക്ക് 26-ാം തീയതി കിട്ടിയത്. 27-ാം തീയതി വരെ നമ്മൾ ഓൾറെഡി ഒരു രജിസ്റ്റർ FIR ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ നടപടിക്രമങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും സർക്കുലേറ്റ് ചെയ്യുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കുട്ടി കിട്ടിയത് അവിടെ. അതിനുശേഷം ഇന്നലെ രാത്രിയാണ്. 7:45 മിസ്സിംഗ് ബാത്റൂമിലേക്ക് പോയി. പിന്നെ എപ്പോഴാണ് ഈ മരിച്ച നിലയിൽ? 7:45 7:45 പോയത്. അപ്പോൾ CCTV ഒക്കെ വെരിഫൈ ചെയ്തു. അങ്ങനെ കാണുന്നുണ്ട്. അവൻ തന്നെ ഒറ്റയ്ക്ക് പോയത്. പിന്നെ പുറകിൽ പിന്നീട് സെൻറ്ററിയൊക്കെ അവർ അന്വേഷിച്ചിരുന്നു. പക്ഷെ കുറച്ച് വൈകിയതുകൊണ്ട് സംശയം തോന്നിയതുകൊണ്ട് നമുക്ക് ബ്രേക്ക് ഓപ്പൺ ചെയ്യേണ്ടി വന്നു. പിന്നെ എപ്പോഴാണ് നമ്മൾ മരിച്ചത് കണ്ടെത്തിയത്? എത്ര സമയത്തിനുള്ളിൽ? 8 മണിക്ക് നമുക്ക് ശരിക്കും മനസ്സിലായത് എന്തോ വിഷയമായിട്ടുണ്ട്. അതിനുശേഷമാണ് ഹോസ്പിറ്റലിൽ കുട്ടി കൊണ്ടുപോകുമ്പോൾ ശേഷം ബ്രോഡ് ഡെഡ് ആണ് പറഞ്ഞത്. അല്ല, ആ കാര്യം നമുക്ക് അപ്പോൾ ഏത് കാര്യത്തിൽ പോയിട്ടുണ്ട്. മേ ബി നമ്പർ 1 നമ്പർ 2 എൻ്റെ കാര്യത്തിൽ പോയിട്ടുണ്ട്. നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇവൻ നമ്പർ 2 ആണ് പറഞ്ഞത് കൊണ്ട് കുറച്ച് സമയം കൊടുത്തത്. അപ്പോൾ എത്ര പെട്ടെന്ന് ഇങ്ങനെ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. പ്രൊസീജിയർ ഇപ്പോൾ കുറേ പ്രൊസീജിയറുകളുണ്ട്. ഇപ്പോൾ FIR ഏകദേശം ആയിട്ടുണ്ട്. അത് 194 BNSS പ്രകാരം നമ്മൾ ഒരു കേസ് എടുക്കുന്നുണ്ട്. ഇൻക്വസ്റ്റ് ആഡിയോ ഇൻക്വസ്റ്റ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം ഒരു പാനൽ ഓഫ് ഡോക്ടേഴ്സിൻ്റെ പാനലിൽ വെച്ചിട്ട് ചെയ്യേണ്ടി വരും. അതിനൊപ്പം എൻ്റെ ഒരു ഇൻഫർമേഷൻ NHRCയിലേക്ക് പോകണം. DC യുടെ ഒരു ഇൻഫർമേഷൻ പോകണം. അതുപോലെ തന്നെ
ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആളായതുകൊണ്ട് SST കമ്മീഷന് ആ വിവരം അറിയിക്കാം ഈ കൃത്യസമയത്തിൽ. സ്റ്റാറ്റസ് എന്താണ്? മൈനർ പെൺകുട്ടി ഇപ്പോഴും സഖിയിലാണ്, സൂക്ഷിക്കുകയാണ്. സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോൾ എഴുതുകയാണ്.